അതിർത്തിയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ചുട്ട മറുപടിയുമായി ഇന്ത്യ ലക്ഷ്യമാക്കി നൂറുകണക്കിന് ചൈനീസ് നിർമ്മിത പീരങ്കികൾ അതിർത്തിയിൽ നിരത്തിയ പാകിസ്ഥാന് രാജ്യരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന കർശന മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ച SH-15 ചൈനീസ് പീരങ്കികളെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കരുത്ത് നമ്മൾ മുൻപേ തെളിയിച്ചതാണെന്നും ശത്രുക്കളുടെ ഏത് നീക്കവും തകർക്കാൻ സൈന്യം സർവസജ്ജമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതികഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ താക്കീതിലുള്ളത്. ചൈനയിൽ നിന്നും വാങ്ങിയ 236 അത്യാധുനിക പീരങ്കികളാണ് പാകിസ്ഥാൻ ഇപ്പോൾ സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തുടർച്ചയായ സൈനിക മുന്നേറ്റത്തിൽ ഭയന്നാണ് പാകിസ്ഥാന്റെ ഈ ചൈനീസ് ആശ്രയം. എന്നാൽ മറുവശത്ത് പാക് അധീന കാശ്മീരിൽ പാക് സൈന്യം നടത്തുന്ന ക്രൂരതകൾ മറച്ചുവെക്കാനാണ് ഇസ്ലാമാബാദ് ഇത്തരം അതിർത്തി പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഇന്ത്യ തുറന്നടിച്ചു. POKയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വെറുമൊരു നാടകം മാത്രമാണെന്നും കഴിഞ്ഞ ജൂൺ മുതൽ 90 സാധാരണക്കാരെയാണ് പാക് സൈന്യം അവിടെ കൊന്നൊടുക്കിയതെന്നും ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ഇതിനു പുറമെ 30-ലധികം ലഷ്കർ കമാൻഡർമാരെ അജ്ഞാതർ വേട്ടയാടിയെന്ന വാർത്തകളിലും പാകിസ്ഥാൻ വിരളി പിടിച്ചിരിക്കുകയാണ്. ചൈനയുടെ പീരങ്കികൾ കണ്ട് ഇന്ത്യ ഭയക്കുമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ധനുഷ്, K9 വജ്ര, പുതിയതായി സൈന്യത്തിന്റെ ഭാഗമാകുന്ന 307 അഡ്വാൻസ്ഡ് ടവേർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം തുടങ്ങി ഇന്ത്യൻ സേനയുടെ ആയുധപുര ഇന്ന് ലോകോത്തരമാണ്. ഭീകരവാദവും ചൈനീസ് ആയുധങ്ങളും വെച്ച് ഇന്ത്യയെ തൊടാൻ വന്നാൽ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത തിരിച്ചടിയായിരിക്കും ഈ പുതിയ ഇന്ത്യ നൽകുക. മിസ്റ്റർ 60 മലയാളം.